2014 മുൻപ് വിരമിച്ചവർക്ക് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ അധികം പെൻഷൻ റദ്ദാക്കുന്നു. ഇവർ കൈപ്പറ്റിയ അധിക തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നോട്ടീസ് അയച്ചു തുടങ്ങി. 2014 മുമ്പ് വിരമിച്ച കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവരുടെ അധിക പെൻഷൻ ഇപ്പോൾ റദ്ദാക്കുകയാണ്. ഇവർ കൈപ്പറ്റിയ അധിക തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നോട്ടീസും അയച്ചു തുടങ്ങിയതായാണ് വിവരം. വിരമിക്കുന്നതിന് മുമ്പ് ജോയിന്റ് ഓപ്ഷൻ നൽകിയില്ല എന്ന കാരണത്താലാണ് ഉയർന്ന പെൻഷൻ റദ്ദാക്കി തുടങ്ങിയത്. ഇതുവരെ കൈപ്പറ്റിയ ഉയർന്ന പെൻഷൻ തുക ഉടൻ ഒന്നിച്ച് തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയക്കുക. ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയ പലരും മരുന്നിന് പോലും പണം കാണാതെ വിഷമിക്കുമ്പോഴാണ് ലക്ഷങ്ങൾ ഒന്നിച്ച് തിരിച്ചടയ്ക്കണമെന്ന നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നോട്ടീസ് ലഭിച്ച ഒരു മുതിർന്ന പത്രപ്രവർത്തകനോട് 2,90,336 രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത് തിരുവനന്തപുരം റീജിയണൽ PF കമ്മീഷൻ ഓഫീസിൽ എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയത്. 2011 ഇദ്ദേഹം റിട്ടയർഡ് ചെയ്തത്. കോടതി വഴിയാണ് യഥാർത്ഥ വേതനത്തിനനുസൃതമായ ഉയർന്ന പെൻഷൻ നേടിയെടുത്തത്. അങ്ങനെ വാങ്ങിയ 15 വർഷത്തെ പെൻഷൻ തുക ഒന്നിച്ച് തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. എന്നാൽ 2022 നവംബറിൽ ഇത് സംബന്ധിച്ചുള്ള കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 2014 മുമ്പ് വിരമിച്ചവർക്ക് ഉയർന്ന പെൻഷൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് PF ഓർഗനൈസേഷൻ നോട്ടീസ് അയച്ചതും. സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും വിധികളുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ് ഈ നോട്ടീസ് എന്നാണ് പെൻഷൻകാരുടെ ആരോപണം. ഒരു ജീവനക്കാരൻ തൊഴിലുടമ വഴിയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ പണം അടയ്ക്കുന്നതും മറ്റു രേഖകൾ നൽകുന്നതും. തൊഴിലുടമയുടെ വീഴ്ച കാരണമാണ് ഇവിടെ ജോയിന്റ് ഓപ്ഷൻ നിശ്ചിത വർഷത്തിനുള്ളിൽ നൽകാൻ കഴിയാതെ പോയത്. അങ്ങനെ തൊഴിലുടമയുടെ വീഴ്ചയുടെ പേരിൽ തൊഴിലാളിയുടെ അവകാശം നിഷേധിക്കുന്നത് നീതി നിഷേധമാണെന്നാണ് ജീവനക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.